ഹായ്, നദാൻ സ്പേസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാലക്കാട് വരെ പോവുകയാണ്. എന്തിനു വേണ്ടിയാണ് പോകുന്നതെന്ന് നമുക്ക് പിന്നീട് പറയാം. ഞങ്ങൾ കല്യാണത്തിന് ശേഷം 6 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി കുടുംബമായിട്ട് യാത്രയാണ്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കും ചേട്ടായിക്കും നദാൻകുട്ടനും ഉണ്ടായിരുന്നു. നമ്മളിത് ട്രിപ്പ് നമ്മുടെ കാറിൽ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പക്ഷേ ഹെവി റെയിൻഫോൾ അലേർട്ട് കാരണം, വെതർ ഫോർകാസ്റ്റ് കാരണം നമ്മൾ ട്രെയിനിലോട്ട് മാറ്റിയതാണ്. നമ്മൾ യാത്ര ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. ഭാരതപ്പുഴ അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻസൊക്കെ നദാൻകുട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം അവൻ അങ്ങോട്ട് തൃശ്ശൂരിനപ്പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് അങ്ങോട്ടേക്ക്. നമ്മൾ അങ്ങനെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. വടക്കാഞ്ചേരി സ്റ്റോപ്പും നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നെങ്കിലും നമ്മൾ ചൂസ് ചെയ്തത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ്. കാരണം നമ്മൾ സ്റ്റേ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. കാറിന് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഓൺ ദ വേയിൽ ഒരു ഹോട്ടൽ റൂം എടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്കത് പറ്റാത്തതുകൊണ്ട് ഒറ്റപ്പാലത്തെത്തിയ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അതിനുശേഷം അവിടെ നമ്മൾ വരിക്കാശ്ശേരി മന കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മലയാളം സിനിമയിലൊക്കെ ഏറ്റവും കൂടുതൽ തറവാടായിട്ട് കാണിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന. ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ ചേട്ടായി നേരത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോഴേക്കും ചേട്ടായാണ് സജസ്റ്റ് ചെയ്തത് നമുക്കെന്നാൽ ആഫ്റ്റർനൂൺ നമ്മൾ ഫ്രീ ആണ്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത്. ഇത് ഏകദേശം ഏക്കർ കണക്കിനോളം വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു തറവാടാണിത്. ഈ വരിക്കാശ്ശേരി മനയുള്ള സ്ഥലത്തിന് മണിശ്ശേരി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഒറ്റപ്പാലത്ത് മണിശ്ശേരി എന്നാണ്. ഏകദേശം ടൗണിൽ നിന്ന് എനിക്ക് തോന്നുന്നു 13 രൂപ 14 രൂപ പോയിന്റിലെങ്ങാണ്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും. ദേവാസുരം, ആറാം തമ്പുരാൻ, രാപ്പകൽ, ദ്രോണ, മാടമ്പി, വെള്ളിയേട്ടൻ, മാന്ത്രികൻ, പ്രേതം 2, ഇവൻ ഷൈലോക്ക്, അതുപോലെ ഒത്തിരി മലയാള ചലച്ചിത്രങ്ങളുടെ ഒരു തറവാട് ഇതാണ്. അപ്പം നമുക്കിവിടെ വരുമ്പോൾ വലിയ അപരിചിതത്വമൊന്നും ഫീൽ ചെയ്തതേ ഇല്ല. കാരണം നമുക്കിതെല്ലാം നമ്മൾ ദൃശ്യവിരുന്ന് ധാരാളം ആസ്വദിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് ഏകദേശം 74ഓളം റൂമുകളും 2 പത്തായപ്പുരയും ആനപ്പന്തലൊക്കെ ഉള്ളൊരു വലിയൊരു തറവാടാണ്, ഇല്ലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കേരള വാസ്തുശില്പ ശൈലിയുടെ ഏറ്റവും നല്ലൊരു ദൃശ്യവിരുന്നാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വിസ്തൃതമാർന്ന മുറികളും വായുസഞ്ചാരം, അതുപോലെ തന്നെ അതിൻ്റെ തറ, കെട്ട് പണി, അങ്ങനെ ഭയങ്കര മച്ച് ഒക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത് ഈ തറവാടിൻ്റെ അടുക്കളയിലേക്കാണ്. അടുക്കള എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം വലുതാണെന്നുള്ളത്. വലിയൊരു ഹാൾ പോലെ തന്നെ. അപ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അവിടുന്ന് തന്നെ നമുക്ക് അവിടെ ഉപയോഗിച്ചിരുന്ന അരകല്ല്, ഊരല്, ആട്ടുകല്ല്, അതുപോലെ തന്നെ അവിടുന്ന് തന്നെ വെള്ളമെടുക്കുന്ന ഒരു കിണർ. ഈ കിണറൊക്കെ ധാരാളം സിനിമകളിൽ നമ്മൾ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന സ്ഥലമാണ്. അത് അവരുടെ ഊണുമുറിയിൽ നിന്നും അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നും 2 നിന്നും ഈ കിണറിനെ കണക്ട് ചെയ്തൊരു സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ആറാം തമ്പുരാനകത്ത് വളരെയധികം കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതതിൻ്റെ നടുമുറ്റമാണ്. അത്ര ചൂടുള്ള സമയത്ത് ചെന്നിട്ട് പോലും നമുക്ക് ഭയങ്കര കുളിർമയും അതുപോലെ തന്നെ നല്ല തണുപ്പുള്ളൊരു നല്ലൊരു പ്രകൃതി ഭംഗിയിലുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ നടന്നു ചെല്ലുന്നത് ക്ഷേത്രത്തിലേക്കും ആ ക്ഷേത്രക്കുളത്തിൻ്റെയും പരിസരത്തേക്കാണ്. ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെയും സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം വെള്ളിയേട്ടനകത്തൊക്കെ ഇത് സ്ഥലങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ മനയിൽ നിന്ന് തന്നെ ഇപ്പം ഞാൻ കാണിച്ച ആ വഴിയിലൂടെയും നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താം. ക്ഷേത്രത്തിലും അതുപോലെ തന്നെ അമ്പലക്കുളത്തിലും ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ല. ബാക്കി എല്ലായിടവും നമുക്ക് കയറി കാണുകയൊക്കെ ചെയ്യാം. നദാൻകുട്ടൻ ഇച്ചിരൂടെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. കാരണം അവന് കളിക്കാനൊന്നും പറ്റത്തില്ല. അതൊരു ശാന്തമായ ഒരു പ്രദേശമല്ലായിരുന്നു. ഞങ്ങളിവിടെയൊക്കെ നടന്ന് കണ്ടു. ഇത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വരിക്കാശ്ശേരി മനയുടെ ഔട്ട് ഹൗസാണ്. ഈ ഔട്ട് ഹൗസ് ആണെന്ന് പറഞ്ഞാൽ പോലും ഇത് മൈലാഞ്ചി മഞ്ചുള്ള വീടെന്ന് പറയുന്ന സിനിമയ്ക്ക് അടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഔട്ട് ഹൗസ്. അതിൻ്റെയും ഈ വാസ്തുശില്പ ശൈലി എന്നൊക്കെ പറയണത് ഇങ്ങനെ എന്താ പറയുക വളരെ ഭംഗിയേറിയതാണ്. കാരണം വളരെ വിസ്തൃതമായ സ്ഥലങ്ങളും തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോടിപ്പണികളും ഒക്കെയാണ്. ധാരാളം സന്ദർശകർ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് ഉള്ള സമയത്ത് ഇതൊക്കെ ക്ലോസ് ചെയ്യുക, അല്ലാത്ത സമയത്ത് നമുക്ക് 9 to 5 ഏത് സമയത്ത് വേണമെങ്കിലും ചെന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ഷൂട്ടിംഗ് ഉള്ള സമയത്ത് പുറത്തുനിന്ന് ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പം ഇനിയും നിങ്ങൾ പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് തപ്പി നോക്കി അവിടുത്തെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും.
ഇപ്പോൾ ഈ കാണാൻ പോകുന്ന ഈ കോണിപ്പടി എന്ന് പറയുന്നത് രാപ്പകൽ സിനിമയ്ക്കകത്ത് കാണിക്കുന്നൊരു സീനുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് വളരെ സുപരിചിതമായ സ്ഥലങ്ങളാണ്. ഏക്കർ കണക്കിനോളം പരന്നു കിടക്കുന്ന ഈ വരിക്കാശ്ശേരി മന, ഇത് നമുക്ക് എന്താ പറയുക, കണ്ണിന് ഭയങ്കര ഇമ്പകരമായൊരു കാഴ്ചയാണ് നമുക്ക് തരുന്നത്. വളരെ ശാന്തമായ അന്തരീക്ഷവും ഒരു കുളിർമയേകുന്ന ഒരു അന്തരീക്ഷവും അതിൻ്റെ ചുറ്റുപാടുകളും ഒക്കെയാണ്. നദാൻകുട്ടൻ അതുവഴിയെല്ലാം ഭയങ്കര ഓടിക്കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ പതിയൊരു മാവിലോട്ട് വലിഞ്ഞു കയറി. അവൻ്റെ ഹൈറ്റിനനുസരിച്ചുള്ളതായിരുന്നു. അത് മാത്രമല്ല അതിൽ ആൾക്കാരിരുന്ന് നല്ല മിനുസപ്പെട്ടിട്ടുള്ള സ്ഥലം കൂടിയായിരുന്നു. അപ്പോൾ അവൻ പപ്പായോട് വാ പപ്പ നമുക്ക് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ നേരം അവൻ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. നമ്മൾ ഇറങ്ങി കഴിച്ചിട്ടുള്ള പാടത്തൊക്കെ ഓടിക്കളിച്ചു. അവന് ഇത് കുറേ എന്താ പറയുക, യാത്ര ചെയ്തതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ഷീണവും ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മൾ പിറ്റേ ദിവസമാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് പഴയന്നൂർക്കാണ്. തിരുവല്ലാമലയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ പഴയന്നൂർക്ക് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നിവ്യ ആൻറ്റിയുടെ കല്യാണത്തിന് വേണ്ടിയാണ്. നിവ്യ ആൻറ്റീനെയും സഞ്ജു ചേട്ടൻ്റെയും കല്യാണത്തിന് ഞങ്ങൾ കുറച്ചധികം നേരത്തെ നമ്മൾ എത്തി. അതിനുശേഷമാണ് വരനും വധുവൊക്കെ ഹാളിലോട്ട് എത്തിയത്. ഈ നിവ്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ അനിയൻ്റെ കൂട്ടുകാരിയാണ്. അവളും അവനും ഉള്ള ഫ്രണ്ട്ഷിപ്പിലാണ് ഞങ്ങൾ അതിനകത്തൊരു ഭാഗമായത്. ഷീസ് വെരി പ്യുവർ സോൾ. എനിക്ക് വളരെ ചുരുക്കം സൗഹൃദങ്ങൾ മാത്രമേ ഉള്ള സൗഹൃദങ്ങളൊക്കെ ഇറ്റ്സ് റിയലി ക്ലോസ് ടു മൈ ഹാർട്ട്. എനിക്ക് അത്രത്തോളം വേണ്ടപ്പെട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ദിവസം മുന്നേയൊക്കെ ഒരു കല്യാണത്തിന് പോയി സ്റ്റേ ചെയ്ത് ഞങ്ങൾ പങ്കെടുക്കണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം പ്യുവറായിരുന്നു, നമുക്ക് അത്രത്തോളം വിലപ്പെട്ടായിരുന്നു. മാത്രമല്ല എന്താ പറയുക, നമ്മൾ ചെന്നില്ലെങ്കിൽ അത് വളരെ നന്ദികേടായി പോകുന്ന ഒരു കാര്യമായിരുന്നു. ഈ നിവ്യയുടെ അടുത്ത് നിൽക്കുന്നതാണ് ഞങ്ങളുടെ അനിയൻ. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സാണത്. അവർ ഡേറ്റാ മീറ്റിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. നദാൻകുട്ടൻ നിവ്യ ആൻറ്റിക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇപ്പം ഞാൻ ഈ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നത് അവൾ വീട്ടിൽ വന്നപ്പം മറന്നു വെച്ച അവളുടെ സ്വന്തം വാച്ചാണ്, അല്ലാതെ നമ്മൾ മേടിച്ചതല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്ന് അഭിനയിക്കണം, ഞാനിത് നിനക്ക് കെട്ടിത്തരാം. അപ്പോൾ പറഞ്ഞു ഇടാൻ ചേച്ചി, ഇട്ടു നമുക്കത് യൂട്യൂബിൽ ഇടേണ്ടതാന്നൊക്കെ പറഞ്ഞതാണ് ഈ പറഞ്ഞ് ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു കല്യാണം. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇവരുടെ കല്യാണത്തിന് സദ്യ ഉണ്ണാനായിട്ട് കയറി. ഒരു തനി പാലക്കാടൻ നാടൻ കല്യാണ സദ്യ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചൊരു മംഗളകർമ്മത്തിന് പങ്കെടുക്കുന്നത്, ഒരു സദ്യ കഴിക്കുന്നതൊക്കെ. അപ്പം നദാൻകുട്ടനും ചേട്ടായി ഞാനൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നദാൻകുട്ടൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ കറിയൊന്നും കഴിച്ചില്ലെങ്കിൽ കൂടെ കുഞ്ഞത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവൻ ആസ്വദിക്കുന്നത് മാത്രമല്ല നമുക്കതൊരു ഭയങ്കര ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു മെമ്മറബിൾ ഡേ തന്ന നിവ്യ ആൻറ്റിയോടും സഞ്ജയേട്ടനോടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഒറ്റപ്പാലത്ത് നിന്ന് യാത്ര ചെയ്തിരിക്കുകയാണ്. വെതർ ഫോർകാസ്റ്റ് പറഞ്ഞ പോലെ ഹെവി റെയിൻഫോൾ അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.